വേദനിപ്പിക്കുന്ന ആ കാഴ്ചകളാണ് ഇപ്പോഴും കരിമ്പനക്കൽ ഹാളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ത്യയാത്രയ്ക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കട്ടിലേറി ആ 4 കുഞ്ഞുങ്ങളും ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ ജുമാ മസ്ജിദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെത്തിയാൽ ചടങ്ങ് 12 മണിക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. 12:30 ജുമാ ഉണ്ട്. അതിനു മുമ്പ് തന്നെ ജുമാ നിസ്കാരത്തിന് മുമ്പ് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കണം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളുമാണ്. തൊട്ടടുത്താണ് പള്ളി. മയ്യത്ത് കട്ടിലേറി ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നാട്ടുകാർ ബന്ധുക്കളും പള്ളിക്കാട്ടിലേക്ക് പോകും. അവിടെ മയ്യത്ത് നമസ്കാര ചടങ്ങുകൾക്കു ശേഷം 4 പേരും മണ്ണോടടിയും. ഒരേ ഖബറിടത്തിൽ, അടിഖബറിൽ മാത്രം വ്യത്യാസം. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് കളിച്ചവർ. അവർ ഇപ്പോൾ ഐഷയുടെ സഹോദരി അവിടേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വേദനിപ്പിക്കുന്ന, ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4 ഖബറുകൾ നോക്കൂ. ഖബറിൻ്റെ മേൽക്കൂരയൊന്ന്, അടിഖബറുകൾ മാത്രം വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കരിമ്പനക്കൽ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും മറ്റൊന്ന് തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പിഞ്ചോമനകൾക്കുമായി, 4 കുഞ്ഞുങ്ങൾക്കുമായി, കുഞ്ഞുമക്കൾക്കുമായി ഒരുക്കിയിരിക്കുന്ന 4 കുഞ്ഞു ഖബറിടങ്ങളാണ്. ആ ഖബറിടങ്ങളുടെ മേൽക്കൂരയൊന്നാണ്. ഒരുമിച്ച് നടന്ന മനുഷ്യർ ഒരേപോലെ ഒരേ തൊട്ടടുത്തുള്ള ഖബറുകളിൽ മടക്കയാത്ര. 13 വർഷം മാത്രം ഈ ദുനിയാവിൽ ജീവിച്ച് തിരികെ പോകാൻ വിധിക്കപ്പെട്ട 4 കുഞ്ഞുങ്ങൾ. ആ 4 കുഞ്ഞുങ്ങളും ഐഷയും ഇർഫാനയും ഹൃദയും നിതയും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് ചങ്ങാത്ത ചരടിൽ കോർത്തിണക്കിയ മാലകളിലെ മുത്തുകൾ. അവർ ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് കളിച്ചവർ, ഒരുമിച്ച് കളിതമാശകൾ പങ്കിട്ടവർ, ഒരുമിച്ച് മധുരം നുണഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കും. നോക്കൂ, ഈ അപകടമുണ്ടാവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് പരീക്ഷയുടെ എല്ലാ ടെൻഷനും കഴിഞ്ഞ് പുറത്തിറങ്ങി കടയിൽ പോയി മിഠായി വാങ്ങി 5 പേരും പകുത്ത് കഴിക്കുന്നത്. അജ്ന മാത്രമാണ് ഇതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ബാക്കി 4 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വഴിതെറ്റിച്ചെത്തിയ, ദിശ തെറ്റിയെത്തിയ ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയിൽ ഇടിച്ച് സിമൻറ്റ് ലോറി ഇവരുടെ ദേഹത്തേക്ക് മറിയുന്നതുവരെയും ഈ ജീവിതത്തെക്കുറിച്ചും നല്ല നിറങ്ങളോടുകൂടിയുള്ള കാഴ്ചകളിൽ ആനന്ദിച്ച് നടന്ന മനുഷ്യരാണ്, ആനന്ദിച്ച് നടന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പോഴും ഐഷയുടെ കയ്യിൽ മണവാട്ടിയായിട്ട മൈലാഞ്ചിയുടെ നിറം മുഞ്ചും മാഞ്ഞിട്ടില്ല. നിദാ ഫാത്തിമയും റിദാ ഫാത്തിമയും അത്രമേൽ കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരരായിരുന്നവരാണ്. അതുപോലെ ഇർഫാനയും നിതയും ഹൃദയും ഐഷയും എല്ലാം നാടിൻ്റെ നൊമ്പരപ്പൂക്കളായി, കണ്ണീർപ്പൂക്കളായി മാറുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ അറക്കലും, അഷ്കർ അലി കരുമ്പിയും, അർജുൻ മട്ടന്നൂരും, മുബഷിപ്പി അക്ബറും, സിനോജും നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെയും കുടുംബത്തിൻ്റെയും ആദരാഞ്ജലികൾ ഈ 4 കുഞ്ഞുമക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആ കുടുംബങ്ങൾക്കും ആ നാടിനും. ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. ആ നാട് ഈ തേങ്ങലുകൾ കഴിഞ്ഞതിന് ശേഷം എണ്ണി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 2022 ജൂലൈ മാസം നിയമസഭയിൽ ഈ പനയമ്പടത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചതല്ലേ? അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഈ വളവുകൾ എന്തുകൊണ്ട് നിവർത്തിയില്ല? എന്തുകൊണ്ട് ഇതിലെ പരിക്കൻ കൂടുതലാക്കിയില്ല? എന്തുകൊണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചില്ല? ഈ ചെരുവ് എന്തുകൊണ്ട് നിവർത്തിയില്ല? അശാസ്ത്രീയത പരിഹരിച്ചില്ല? തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. 7 പേരുടെ ജീവനാണ് ഇവർക്ക് മുൻപ് ഇവിടെ പൊലിഞ്ഞുപോയത്. ഇവർ കൂടിയാകുമ്പോൾ 11 പേർ ഒരിടത്തിൽ പൊലിഞ്ഞുപോയി എന്നതും ഈ നാട്ടുകാർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. ഒരു നാട് നെഞ്ചുരുകി പ്രാർത്ഥനയോടെ 4 പേരെയും യാത്രയയക്കാൻ മയ്യത്തുകെട്ടിൽ തയ്യാറാക്കി അവരെ അതിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി വരുന്ന നിമിഷങ്ങൾ മയ്യത്ത് നമസ്കാരത്തിൻ്റെ നിമിഷങ്ങളാണ്. അഷ്കറുണ്ട്, ഒപ്പം ഇക്ബാലുമുണ്ട്. അഷ്കർ, ഐഷയുടെ ബന്ധുവായ സഹോദരി എത്തിയോ? അവർക്ക് വേണ്ടിയാണോ കാത്തു നിൽക്കുന്നത്? അരുൺ, അത്തരത്തിൽ ഒറ്റവരായ ചില ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐഷയുടേതും മറ്റു വിദ്യാർത്ഥികളുടേതും ഉൾപ്പെടെയുള്ള അടുത്ത ചില ബന്ധുക്കൾ മറ്റ് ദൂരദിക്കുകളിലുണ്ടായിരുന്ന ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിപ്പ്. അവർക്കൂടി എത്തിയാൽ ഉടനെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. 10:30 തന്നെ അവർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് എത്തിയാൽ ഉടനെ തന്നെ അവർക്ക് കാണിച്ചു നൽകി തന്നെ ഉടനെ തന്നെ ഇവിടെ നിന്നും
മൃതദേഹങ്ങൾ കാൽനടയായിക്കൊണ്ട് 4 മയ്യത്ത് കട്ടലുകളിലായി 4 പേരെയും ഒരുമിച്ച് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഫ്രീസറുകളിലുണ്ടായിരുന്ന ഭൗതിക ശരീരങ്ങളെല്ലാം ഇപ്പോൾ മയ്യത്ത് കട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് വഹിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ അത്